എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഈ ആഴ്ച ദൈവം നല്ലവനും വിശ്വസ്തയോടെ ബലവാനുമായിട്ട് നമ്മുടെ കൂടിയിരുന്ന് പോയിടത്തെല്ലാം നമുക്ക് സമാധാനവും സ്വസ്ഥതയും ജയവും തന്ന് നമ്മെ വഴി നടത്തി. കർത്താവിൻ്റെ എല്ലാ മഹിമയ്ക്കായും പ്രയോജനപ്പെടാൻ ഇനിയും നമ്മെ കർത്താവ് അത്ഭുതകരമായിട്ട് ഉപയോഗിക്കട്ടെ. വജ്രം നമുക്കറിയാം, വിലയേറിയ വൈര്യം. അതൊരിക്കലും ഒരു പെട്ടിക്കടയിൽ വിൽക്കാൻ കിട്ടത്തില്ല. നമ്മുടെ വീടിനടുത്തുള്ള മൂലയിൽ കാണുന്ന ഒരു ചെറിയ കൊച്ചു കടയിൽ ചെന്നിട്ട് എനിക്ക് ഒരു രത്നം വേണം എന്ന് ചോദിച്ചാൽ കിട്ടില്ല. നമുക്കറിയാം, അത് വയ്ക്കുന്ന കട പോലും വളരെ വിലയേറിയതാണ്, വളരെ സെക്യൂരിറ്റി ഉള്ളതാണ്. അവിടെ വാച്ച്മാൻ നിൽപ്പുണ്ട്. അവിടെ ഒരു വലിയ ഒരു കെട്ടിടം കാണാം. അതിൽ വളരെയധികം മനോഹരമായ അലങ്കാരങ്ങൾ കാണാം. അതിനിടയിലാണ് ആ കുഞ്ഞ്, നമ്മുടെ കണ്ണിൽ ഏറ്റവും ചെറുതായ ആ വജ്രം ഇരിക്കുന്നത്. അത് വളരെ വിലപിടിപ്പുള്ളതാണ്. എങ്ങനെ അത് അവിടെ എത്തി? അത് ഭൂമിക്കടിയിലായിരുന്നു, കൽക്കരികൾക്കിടയിലായിരുന്നു. കാഠിന്യമായ അവസ്ഥയിലൂടെ വർഷങ്ങൾ കടന്നുപോയതാണ്. ആ കാഠിന്യമാണ്, ആ സമ്മർദ്ദമാണ് അതിനെ വജ്രമാക്കി മാറ്റിയത്. അനേക വേദനയിലൂടെ കടന്നുപോയ വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികൾ പിന്നീട് ഒരു സാധാരണ ജീവിതം നയിക്കില്ലെന്ന്, അവർ ഉയരങ്ങളിൽ ബഹുമാനങ്ങളുടെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവരായി മാറും. ഇന്ന് സമ്മർദ്ദങ്ങളിലൂടെ പോകുന്നവർ, ഇന്ന് വളരെ പ്രഷറുകൾ അനുഭവിക്കുന്നവർ, സഹായിക്കാൻ ആരുമില്ലാത്തവർ, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ, ഇരുട്ടിലൂടെ പോകുന്നവർ, രക്ഷപ്പെടാൻ പഴുതൊന്ന് കാണാതെ ഇരിക്കുന്നവർ, അതേ വ്യക്തികളാണ് പുറത്തു വരുന്ന വിലയേറിയ വൈരക്കല്ലുകളായി മാറുന്നത്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഓരോ വ്യക്തികളും ഈ ദൂതേറ്റെടുക്കാനുള്ളവർ ഇതിനകത്തുണ്ട്. എനിക്ക് 100% അറിയാം. നിങ്ങൾ വളരെ വിലപിടിപ്പുള്ളവരാണ്. ഇന്ന് കാണുന്ന അവസ്ഥയല്ല നാളെ നിങ്ങളെ കാണാൻ പോകുന്നത്. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ സമ്മർദ്ദങ്ങളും ഓരോ വേദനകളും നിങ്ങളെ മറ്റൊന്നാക്കി മാറ്റുന്നുണ്ട് എന്നൊരു സത്യം കൂടി അറിഞ്ഞിട്ട് വേണം നിങ്ങൾ കടന്നു പോകുന്ന സമ്മർദ്ദങ്ങളിൽ ക്ഷമയോടെ ഇരിക്കുവാൻ. ചില സീസൺ വരെ അതിലൂടെ കടന്നു പോകേണ്ടി വരും. ഒരു പ്യൂപ്പ സ്റ്റേജ് ചിത്രശലഭത്തിനുണ്ടല്ലേ? ആ പ്യൂപ്പയിൽ നിന്ന് അതിനെ രക്ഷിക്കാൻ നോക്കിയാൽ എങ്ങനെയുണ്ടാകും? ചിറക് മുളക്കാത്ത ആ ചിത്രശലഭം താഴെ വീണ് അതിന് ഉറുമ്പുകൾ എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാം. എന്നാൽ ആ പ്യൂപ്പയിൽ കഴിയേണ്ട ഒരു സീസണുണ്ട്. അത് കഴിയുമ്പോൾ തന്നെ ആ പ്യൂപ്പ പുറന്തോടുകൾ പൊട്ടിമാറും. അതിനു മുമ്പ് ഇതൊരു പുഴുവായിരുന്നു, ഇല തിന്ന് നടന്നിരുന്നൊരു പുഴു. എന്നാൽ ഒരു പ്യൂപ്പ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തേൻ കുടിക്കുന്ന ഒരു ചിത്രശലഭമായി മാറി. ഇന്ന് ഇല തിന്നുന്ന വികൃത രൂപമുള്ള ഒരു പുഴുവല്ല, എല്ലാവരെയും ആകർഷിക്കുന്ന മനോഹരമായ ചിറകുള്ള തേൻ കുടിക്കുന്ന ഒരു ചിത്രശലഭമായി മാറി. ഇതുപോലെയുള്ള മാറ്റങ്ങൾ ഇത് കേൾക്കുന്ന പലരും കാണാൻ പോവുകയാണ്. ഇന്നത്തെ സ്റ്റേജിൽ ഇനി നിങ്ങളെ ആരും കാണാതിരിക്കേണ്ടതിന് ഒരു പ്യൂപ്പ സ്റ്റേജിലേക്ക് മാറ്റിയ ദൈവത്തിൻ്റെ കരം, ഈ പ്രകൃതി നമുക്ക് ഓരോ സന്ദേശങ്ങൾ തരികയാണ്. ഇതുപോലെ ഞാൻ നിങ്ങളെ മാറ്റിമറിക്കും, ഇതുപോലെ ഞാൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. കർത്താവിൽ നമുക്ക് അടിയുറച്ച് ആശ്രയിക്കാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് പത്രോസിൻ്റെ ചരിത്രമാണ്. യോപ്പയിൽ തബീതയെ എഴുന്നേൽപ്പിച്ച ശേഷം, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ശേഷം, തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ വളരെ നാളുകൾ യോപ്പയിൽ പാർത്തു. വളരെ നാളുകൾ എന്നവിടെ എഴുതിയിട്ടുണ്ട്. ചില വീടുകൾ തുറക്കുന്നത്, ചില വഴികൾ തുറക്കുന്നത് നിന്നിലൂടെ ദൈവപ്രവൃത്തി നടക്കുമ്പോഴാണ്. നിന്നിലൂടെ നടക്കേണ്ട ദൈവപ്രവൃത്തികൾ നിന്നിലൂടെ നടക്കുമ്പോൾ നിനക്ക് തുറക്കേണ്ട ഭവനങ്ങൾ നിനക്ക് തുറന്നു കിട്ടും.
സഫലമായ വാതിലുകൾ ഇത് കേൾക്കുന്ന പലർക്കും തുറക്കാനുണ്ട്. അടങ്ങിയിരിക്കരുത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതൊരു വലിയ വഴിത്തിരിവായി മാറും. ഇതാ, വളരെ നാളുകൾ യോപ്പയിൽ പാർക്കാൻ കാരണം കൈസരിയിലേക്ക് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പത്രോസിനെ ദൈവം ഒരുക്കിയെടുക്കുകയാണ്. പത്രോസിന് ജാതികളെന്ന് കേട്ടാൽ ദേഷ്യമാണ്. അവനൊരു യഹൂദനായതുകൊണ്ട് അവൻ്റെ പാരമ്പര്യമൊന്നും അവൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല. ഭയങ്കര അഭിഷേകമാണ്, ഭയങ്കര നിഴല് വീണ സൗഖ്യമുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കും, കൈവച്ചാൽ ജനങ്ങൾ അഭിഷേകം പ്രാപിക്കും. എങ്കിലും പാരമ്പര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് പോയിട്ടില്ല. പാരമ്പര്യം വിടാത്ത കുറേ ആൾക്കാർ, വലിയ അഭിഷേകമുള്ളവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പാരമ്പര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്നു. എന്നാൽ തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിലെ ഈ പാർക്കൽ പത്രോസിന്റെ ജീവിതത്തെ ആടിമുടി മാറ്റുന്ന ഒരു വലിയ മിനിസ്ട്രിയിലേക്ക് അവനെ തിരിക്കുന്നതാണ്. കാരണം കൊർന്നല്യോസിന്റെ വീടിലൂടെ ജാതികൾക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരു വഴി. യഹൂദനേക്കാൾ 1000 മടങ്ങ് വിശാലമായി കിടക്കുന്ന മാനവ സമൂഹത്തിന് വേണ്ടി ഒരു വലിയ ശുശ്രൂഷയുടെ താക്കോൽ ദൈവം ഇവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പത്രോസ് തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ നാളുകൾ പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഒരു മുറിയുണ്ട്. അവിടെ ഇരുന്നവൻ പ്രാർത്ഥനയാണ്, ബൈബിള് വായനയാണ്. ദൈവവുമായി അടുത്തിരിക്കാൻ, ഒളിച്ചിരിക്കാൻ, കെരീത്തിൽ ഒളിച്ചിരുന്ന, വിധവയുടെ വീട്ടിൽ ഒളിച്ചിരുന്ന ഏലിയാവിനെ പോലെ ഇതാ പത്രോസ് ഒരു വലിയ ദൗത്യത്തിന് മുമ്പ് ഇരിക്കുകയാണ്. ഒരു വലിയ പ്രാർത്ഥനയും മാറിയുള്ള ഇരിപ്പും കാണുമ്പോഴറിയാം അതിനുശേഷം ഒരു വലിയ ദൗത്യം നടക്കാനുണ്ട്. മാനത്തിന് മുന്നമേ വിനയം, വീഴ്ചയ്ക്ക് മുന്നമേ ഉന്നത ഭാവം എന്ന് സദൃശവാക്യത്തിൽ ശലോമോൻ പറയുന്നത് പോലെ ഒരു മാനം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ വിനയപ്പെട്ടിരിക്കുകയാണ്. തക്ക സമയത്ത് ഉയർത്തുന്നവന്റെ കൈ കീഴെ താണിരിക്കുകയാണ്. കഴുകനെ പോലെ ശക്തിയെ പുതുക്കുവാനിരിക്കുകയാണ്. ഇത് പോരാ. മരിച്ച ഒരാളെ ഉയർപ്പിച്ച ഒരാൾക്ക് പിന്നെ അതിനപ്പുറത്തോട്ടൊന്നുമില്ല. എന്നാൽ മരിച്ച ഒരാളെ ഉയർപ്പിച്ച ശേഷം ഒരു പരിപാടിക്കും പോകാതെ പിന്നീടുള്ള എല്ലാ മീറ്റിങ്ങും ക്യാൻസൽ ചെയ്ത് പത്രോസ് ഇരിക്കുന്ന ആ ഒരു ഇരിപ്പ് അത് അനേകർക്ക് ഒരു പാഠമാണ്. നീ ഒരു വലിയ ശുശ്രൂഷ കഴിഞ്ഞാൽ ഉടനെ മാറിയിരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഒരു വലിയ വിജയം കഴിഞ്ഞാൽ ആഘോഷിക്കുകയല്ല വേണ്ടത്. ദൈവസന്നിധിയിൽ മാറിയിരുന്ന്, കർത്താവേ ഞാൻ പോരാ, ഇതല്ല എനിക്ക് വേണ്ടത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. കർത്താവ് തന്നെ പഠിപ്പിച്ചു, യജമാനന് നിങ്ങൾ ശുശ്രൂഷ ചെയ്തിട്ട് ദാസൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. മരിച്ചവരെ ഉയർപ്പിച്ചാലും ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. കാരണം കാൽവരി ക്രൂശിൽ മരണത്തെ കർത്താവ് തോൽപ്പിച്ചു. ഇനി മരിച്ചവർക്ക് ഉയർക്കാം. ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. ഇതെൻ്റെ മിടുക്കല്ല. നസ്രയനായ യേശുവിനെ ദൈവം ഉയർത്തി. അവൻ്റെ നാമത്തിലാണ് ഈ അത്ഭുതങ്ങൾ നടക്കുന്നത്, ഞാനല്ല. പത്രോസ് അത് പഠിച്ചു. യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്ന ഐനിയാസെ, എഴുന്നേൽക്ക്, കിടക്ക വിരിക്ക്. തബീതയുടെ അരികിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ശേഷം തബീതെ എഴുന്നേക്കെന്ന് പറഞ്ഞു. മുഴുവനും കർത്താവിലാണ് പത്രോസിന്റെ ആശ്രയം. ഇതുപോലെ കർത്താവിൽ ആശ്രയം വെച്ചിരിക്കുന്നവർ അവർ അത്ഭുതങ്ങളെ കാണും. ഇതാ, നീണ്ട നാളുകൾ, കുറേ നാളുകൾ തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്നത് ഇന്നത്തെ പോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊന്നും പോസ്റ്റ് ചെയ്യുന്ന പരിപാടികളില്ലാത്ത കാലത്ത് പത്രോസ് എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. ഭാര്യക്കറിയില്ല, പിള്ളേർക്കറിയില്ല അച്ചായൻ എവിടെയാണെന്ന്. അന്നത്തെ കാലമല്ലേ, ഇന്നത്തെ പോലെ സംവിധാനങ്ങളില്ല, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളില്ലാത്ത ആ കാലത്ത് അവർക്കൊരു കാര്യം അറിയാം, അച്ചായനെ ദൈവം അയച്ചതാണ്.
ഇന്നെന്താ, നിങ്ങളെവിടെയാണ്, എപ്പോൾ വരും, എന്താ ഫോൺ എടുക്കാഞ്ഞ്, എന്താ ഞാൻ അയച്ച മെസ്സേജ് എന്താ കാണാഞ്ഞ്? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പത്രോസിന് അന്നില്ല. സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് അടുത്ത വലിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു വിലപ്പെട്ട സമയം. അദ്ദേഹം അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന് പേരുള്ളൊരു ശതാധിപൻ ഉണ്ടായിരുന്നു. 10-ാം അധ്യായം ആരംഭിക്കുന്നത് അത് പറഞ്ഞാണ്. ഒരു ശതാധിപൻ. അതിനു മുമ്പ് സുവിശേഷങ്ങളിൽ ഒരു ശതാധിപനുണ്ട്, അതും വിശ്വാസവീരനാണ്. ഇതാ മറ്റൊരു ശതാധിപൻ, വിശ്വാസവീരനാണ്. അവന് ദൈവത്തെ അറിയില്ല, എന്നാലും അവന് വിശ്വാസമാണ്. സകല കുടുംബത്തോടു കൂടി, അവിടെ എഴുതിയിരിക്കുന്നവൻ ഭക്തനും തൻ്റെ സകല ഗൃഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനും ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും പ്രാർത്ഥിച്ചും പോന്നു. ദൈവം ആരാണെന്ന് അറിയില്ല, പക്ഷെ ഭയങ്കര പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രശ്നം ദൈവം ആരാണെന്നറിയാം, എന്നാൽ പ്രാർത്ഥനയില്ല. അവൻ ഭക്തനാണ്. സ്വർഗീയ പിതാവിന് മനസ്സിലായി ഇവന്റെ വീട് മുഖാന്തരം ഒരു സുവിശേഷത്തിന്റെ വാതിൽ തുറക്കാൻ ദൈവം അവനെ ഉപയോഗിക്കുകയാണ്. അവൻ സമ്പന്നനാണ്, വിശാലമായ മാളികയുള്ളവനാണ്. അവൻ വിളിച്ചാൽ അനേകർ കടന്നു വരും. ഒരു ജാതികൾക്ക് വേണ്ടിയുള്ളൊരു സുവിശേഷത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ പരിപാടികൾ അവിടെ ആരംഭിക്കുന്നു. അതാണ് അവൻ്റെ വീടിനെ ദൈവം സെലക്ട് ചെയ്യുകയാണ്. ഒരു വശത്ത് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, മറുവശത്ത് തോൽക്കൊലനായ ശീമോന്റെ വീട്ടിൽ പത്രോസ് പ്രാർത്ഥിക്കുന്നു, കർത്താവേ അടുത്തത് എന്താണ്? എന്നെ യോപ്പയിലേക്ക് അയച്ചു, എന്നെ ലുദ്ദയിലേക്ക് അയച്ചു, ഇപ്പോൾ കുറേ നാൾ എങ്ങും പോകാൻ പറ്റുന്നില്ല. ചില സമയങ്ങളിൽ യാത്രയുടെ സമയമായിരിക്കും, ചില സമയത്ത് ഇരിക്കുന്ന സമയം. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ചില സമയത്ത് ഇരിക്കുമ്പോൾ കർത്താവ് എന്തുകൊണ്ട് എൻ്റെ യാത്ര പോയോ? ഇല്ല, നീ വലിയ യാത്ര ചെയ്യാൻ പോവുകയാണ്. അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ഏലിയാവ് മതിയും അടുത്തു എന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നപ്പോൾ, ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം? നിനക്ക് ദൂരെ യാത്രയുണ്ട്. ഇത് കേൾക്കുന്ന പലരോടും പരിശുദ്ധാത്മാ പറയുന്നു, നിങ്ങൾക്ക് ദൂരെ യാത്രയുണ്ട്. ഇപ്പോൾ കിടക്കുന്നിടത്ത് കിടക്കില്ല, ഇപ്പോൾ കുത്തിയിരിക്കുന്നിടത്ത് നിരാശയോടെ ഇരിക്കാൻ വിടില്ല. നിങ്ങളുടെ മേലൊരു പുതപ്പുണ്ട്, ആ പുതപ്പ് പലരുടെ മേൽ എറിയാനുള്ളതാണ്. നിങ്ങളുടെ മേലൊരു അഭിഷേകമുണ്ട്, അത് പലരുടെ മേലും കൈവച്ച് പകരാനുള്ളതാണ്. നിങ്ങളുടെ മേലൊരു ബലമുണ്ട്, അത് അനേകർക്ക് സൗഖ്യത്തിനുള്ളതാണ്. നിങ്ങളുടെ വായിൽ ജീവന്റെ വചനമുണ്ട്, അതുകൊണ്ട് അത് അനേകരുടെ ഇടയിൽ എത്തിക്കാനുള്ളതാണ്. നിങ്ങൾ വളരെ വിലപിടിപ്പുള്ള ഒരു വജ്രത്തെക്കാൾ വിലയുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളെ ഒരു സാധാരണ സ്ഥലത്തിൽ ഇനി കാണാൻ കഴിയില്ല, ഉയരങ്ങളിൽ നിങ്ങൾ എത്തിച്ചേരും. അതൊക്കെയാണ് അപ്പോസ്തലന്മാരുടെ ചരിത്രം. അവർ വിലയേറിയതായി മാറി. പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, എന്നാൽ അതിനേക്കാൾ വിലയേറിയത് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന ഉറപ്പിൽ ജീവിച്ചിരുന്നവർ, അവർ ചരിത്രങ്ങളെ ചമച്ചു. ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും വലിയ ദൈവകൃപ കർത്താവ് തരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അസാധാരണമായ ചില വഴികളും വാതിലുകളും തുറക്കട്ടെ. തോൽക്കൊലനായ ശീമോന്റെ വീട്ടിൽ പാർത്ത പത്രോസിനെ പോലെ ഒരു മറുപടി കാണും വരെ, ഒരു സീസൺ തുറക്കും വരെ കാത്തിരിക്കുന്ന ഒരു ദൈവപുരുഷനെ പോലെ, ചില സീസണുകളിൽ ഒരു ക്ഷീണവുമില്ലാതെ ഒരു വലിയ നന്മയ്ക്കായി കാത്തിരിക്കുന്ന മനോബലം, വിശ്വാസം, കാത്തിരിക്കാനുള്ള ശേഷി, സഹിഷ്ണുത, ഇത് കേൾക്കുന്ന എല്ലാ മക്കൾക്കും ഉണ്ടാകട്ടെ. ഒരു സീസൺ തുറക്കുന്നതിന് മുമ്പ് ദിവസങ്ങൾ, മണിക്കൂറുകൾ ദൈവവചനത്തിലും പ്രാർത്ഥനയിലും ഇരുന്ന് ബലപ്പെടാനുള്ള ശേഷി ഈ മക്കൾക്കുണ്ടാകട്ടെ. കർത്താവ് ഇവർക്ക് വേണ്ടി ചില കൊർന്നല്യോസുമാരെ പലയിടങ്ങളിലും ഒരുക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലല്ലോ. ഈ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിശാലമായ മാളിക മുറികൾക്കായി, വിരിച്ചൊരുക്കിയ മാളികകൾക്കായി സ്തോത്രം. അത് വേഗത്തിൽ വെളിപ്പെടട്ടെ. അതിൻ്റെ സമയം വരുന്നല്ലോ, അത് കാണാൻ കർത്താവ് ഇടയാക്കണം. ഈ മക്കളെ അതിനായി അനുഗ്രഹിക്കുന്നു.
ഈ ആഴ്ച ഞങ്ങൾക്ക് തന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നവർക്ക് അപ്പോസ്തല പ്രവർത്തികൾ വലിയ ജീവനും ചൈതന്യവും പകരും. നിങ്ങളുടെ കാത്തിരിപ്പ് വെറുതെയല്ല. അനേക വൻമാളികകൾ നിങ്ങൾക്ക് വേണ്ടി വേദികളായി മാറാൻ പോകുന്നു. വിശ്വസിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിവസമാണ്. രാവിലെ 10:00 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് നടക്കുന്നു. ഈ പകലിൽ കഴിയുന്നത്രയും പേർ കടന്നു വരിക. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗവും കർത്തൃമേശയുമുണ്ട് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച്. നാളെ രാവിലെ, ഞായർ രാവിലെ 8 മണിക്കാണ് സഭായോഗം. മീഡിയയിലൂടെ കാണുന്നവർ, ഇതുവരെയും പ്രൈസ് ജനറേഷനിൽ വരാത്തവർ, നാട്ടിൽ വരുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടേ കണ്ടിട്ടേ പോകാവൂ. ചിലർ ഇടയിൽ വെച്ച്, മീറ്റിങ്ങിൻ്റെ ഇടയിൽ വെച്ച് പോകുന്നു. അവർക്ക് ഒന്ന് വെയിറ്റ് ചെയ്താൽ നിങ്ങളെ വ്യക്തിപരമായിട്ട് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും വ്യക്തിപരമായി ഇന്ന് കാണാൻ ആഗ്രഹമുണ്ട്. നമ്മൾ പലയിടത്തിരുന്ന് ഒരുമിച്ച് കൂടുന്ന കർത്താവിൻ്റെ കുടുംബാംഗങ്ങളാണ്. താങ്ക് യു. തിങ്കളാഴ്ച മുതൽ ജീസസ് എവരിഡേ തുടരുന്നതാണ്. തമ്മിൽ വീണ്ടും കാണാൻ യേശു കൃപ തരട്ടെ. ആമേൻ. യേശു വാഴുന്നു, യേശു വാഴുന്നു, എന്നേക്കും തിരുരാജ്യം വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, എന്നേക്കും തിരുരാജ്യം വാഴുന്നു. യേശു വാഴുന്നു, യേശു വാഴുന്നു, എന്നേക്കും തിരുരാജ്യം വാഴുന്നു. യേശു
രാജ്യം അങ്ങേക്ക്, രാജ്യം അങ്ങേക്ക്, ശക്തി അങ്ങേക്ക്, മഹത്വം അങ്ങേക്ക്, എന്നും എന്നും എന്നും. രാജ്യം അങ്ങേക്ക്, ശക്തി അങ്ങേക്ക്, മഹത്വം അങ്ങേക്ക്, എന്നും. യേശുവ, യേശുവ, യേശു